ഇന്ന് ഞാൻ ചെയ്യുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിലർ ഇതിന് കത്തിരിക്കാന്നും പറയും. മാർക്കറ്റിലൊക്കെ നല്ല വലുപ്പത്തിലിരിക്കുന്ന കാണാറില്ലേ, ആ ഒരു വഴുതനങ്ങയാണിത്. ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ചെറിയ വഴുതനങ്ങ ഉണ്ടല്ലോ, കത്തിരിക്ക എന്ന് പറയുന്നത്, അതെടുത്താലും മതി. ഇവിടെ 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പം ഇല്ല ഇതിന്, അതുകൊണ്ടാണ് 2 എടുത്ത്. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇനി ഇതുപോലെ ഒരു ഗ്രില്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതേൽ വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഗ്രില്ലില്ല എങ്കിൽ നേരിട്ട് ഫ്ലെയിമിലേക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെക്കണേ, കാരണം ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആകണേ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം, ഇതൊന്ന് ചൂടാറട്ടെ. ഈ ഗ്രില്ലിലേക്ക് തന്നെ ഞാൻ ഒരു കുടം വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ ഒരു 4 തക്കാളി, ഇത്രയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ആവശ്യത്തിനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ നോക്കണേ. പച്ചമുളകൊക്കെ ഒരുപാട് കരിയായി പോകരുത്. ജസ്റ്റ് ഒന്ന് ആ സ്മോക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി. തക്കാളിയും സവോളയും മാത്രം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആ കരിയെല്ലാം ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകണ്ട, ജസ്റ്റ് ഒന്ന് കരി മാത്രം കളഞ്ഞ് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ആ സ്റ്റെം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാവേ. ഇപ്പോൾ വഴുതനങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഈ കത്തി വെച്ച് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവോള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഒരു ബ്രൗൺ നിറാകുന്നിടം വരെ സവോള ഒന്ന് വഴറ്റിയും കൂടെ എടുക്കാം. ഇപ്പോൾ സവോള വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടുള്ള കാരണം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കസൂരി മേത്തിയും ഗരം മസാലയും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്